സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. ദൈവം അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. പരദേശിയെ സ്നേഹിക്കുന്നു. ആവർത്തനം 10-ാമത്തെയും 12-ാമത്തെ വാക്യം. അവൻ അനാഥരുടെയും വിധവയുടെയും പരദേശിയുടെയും സംരക്ഷകനാണ്. അത്തരം ദുർബലത എങ്ങനെ അനുഭവിക്കപ്പെടുമെന്ന് ഇസ്രായേലർക്ക് അറിയാമായിരുന്നു. നിങ്ങളും മിസ്രൈം ദേശത്ത് പരദേശികളായിരുന്നല്ലോ. സഹാനുഭൂതിയുടെ അവർ കരുതലിനെ പ്രചോദിപ്പിക്കുമായിരുന്നു. എന്നാൽ ഇതിലും ഒരു മറുവശമുണ്ട്. സാറാഫത്തിൻ്റെ വിധവ അപരിചിതനായ ഏലിയാവിനെ തൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തപ്പോൾ അബ്രഹാം തൻ്റെ 3 അപരിചിത സന്ദർശകളെ അനുഗ്രഹിക്കപ്പെട്ട പോലെ ഉൽപ്പത്തി പുസ്തകം 8-1-15 വരെ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. അവൾ അനുഗ്രഹിക്കപ്പെട്ടവളായി തീർന്നു. 1 രാജാക്കന്മാർ 17-9-20 പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അതിലെ അതിഥി മാത്രമല്ല, ആതിഥ്യനെ അനുഗ്രഹിക്കാൻ ദൈവം പലപ്പോഴും ആതിഥ്യം ഉപയോഗിക്കുന്നു. നിങ്ങളുടെ വീട്ടിലിട്ട് അപരിചിതരെ സ്വാഗതം ചെയ്യുന്നത് കഠിനമായ കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ സഹാനുഭൂതിയോടെ ദുർബലരായവരോട് നാം പ്രതികരിക്കുമ്പോൾ അവരോട് അവൻ നമുക്ക് നൽകുന്ന സമ്മാനങ്ങളിൽ നാം ഒരുപക്ഷെ ആശ്ചര്യപ്പെട്ടേക്കാം. വിധവകൾക്കും അനാഥർക്കും അഭയാർത്ഥികൾക്കും വേണ്ടി ദൈവം ഇത്രയധികം കരുതുന്നതായി നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ടാണ്? ഈ ആഴ്ച ദുർബലനായ ഒരു അപരിചിതനെ നിങ്ങൾക്ക് എങ്ങനെ സ്വാഗതം ചെയ്യാൻ കഴിയും? പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, വിധവകൾക്കും അനാഥർക്കും ദുർബലർക്കും വേണ്ടിയുള്ള അങ്ങയുടെ ഹൃദയം പോലെ വിശാലമായ ഹൃദയം എനിക്ക് തരണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.